ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം. അപ്പം 37 വണ്ണമുള്ള ഒരു കുട്ടിയുടെ ബ്ലൗസാണ് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമുക്ക് തുണി വർക്ക് ചെയ്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് ഭാഗം വരുന്നതാണ്. ഇനി നമുക്കിത് ഇതിൻ്റെ ഇറക്കം വരുന്ന ഒരു 14 ഇഞ്ചാണ്. 14ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 15 ഇഞ്ച് നമുക്കിവിടെ ചേർത്തിട്ടുണ്ട്. 15 ഇഞ്ച്. ഇനി ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 5.5 ഇഞ്ചാണ്. നമ്മൾ കഴുത്തകലം എടുത്തേക്കുന്നത് 2.5 ഇഞ്ചാണ്. കൈക്കുഴി നമുക്ക് 5.5 ഇഞ്ച് തന്നെ കൊടുക്കാം. അഞ്ചരയുടെ പകുതി പകുതി ഇവിടെ ഒരു അടയാളം കൊടുക്കണം. ഇനി 37ൻ്റെ 4 9.25 9.25 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം. ഇനി ഇതിൻ്റെ വേസ്റ്റ് വണ്ണം വരുന്ന 28 7.5 ഇഞ്ച്. 1/2 ഇഞ്ച് ഡാർട്ട് പിടിക്കുന്നതിനായിട്ട് കൊടുത്തിട്ടുണ്ട്. 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് പിന്നീട് വെട്ടി കാണിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൈക്കുഴി ഒന്ന് ഷേപ്പിനൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈക്കുഴി വരേണ്ടത് 7.25 ഇഞ്ചാണ്. നമുക്കിവിടെ ഒന്ന് അളന്ന് നോക്കാം. നമ്മൾ ഇങ്ങോട്ട് മാറ്റി ഒരു 5 ഇഞ്ച്. നമുക്കിതിൻ്റെ കൈക്കുഴി വേണ്ടത് 7.25 5.5 ഇഞ്ച് കൊടുത്തപ്പോൾ നമുക്ക് 7.25 കിട്ടുന്നില്ല. അപ്പം ഞാൻ കൈക്കുഴിയുടെ ഇറക്കം ഒരു 5 ഇഞ്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തപ്പം 7.25 കിട്ടിയിട്ടുണ്ട്. 1/2 ഇഞ്ച് താഴ്ത്തി വെച്ചതിന് ശേഷം 7.25 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതേപോലെ ബാക്ക് പീസ് എടുത്ത് ഫ്രണ്ട് പീസിൻ്റെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെല്ലാം കറക്റ്റിനൊന്ന് വരച്ചു കൊടുക്കാം. കട്ടിങ് ഇല്ലാത്ത ബ്ലൗസ് ആയതുകൊണ്ട് ഫ്രണ്ട് വർക്ക് ഉണ്ടായതുകൊണ്ട് എല്ലാം നമ്മൾ എക്സ്ട്രാ ഒന്നും എടുക്കുന്നില്ല. ഇതേപോലെ തന്നെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ക്യാൻവാസിലെ ഇതിൻ്റെ ബാക്ക് പീസ് നമുക്ക് ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3 ഇഞ്ച് ഞാൻ കഴുത്തകലം എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിനായിട്ട് 3 ഇഞ്ച് ഞാൻ കഴുത്തകലം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വീണ്ടും നമ്മളൊരു 3 ഇഞ്ച് കഴുത്തിറക്കവും എടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബോട്ട് നെക്ക് മാതിരി ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി അവിടെ നമ്മളൊരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 4 ഇഞ്ച് വിട്ടതിന് ശേഷം ഷോൾഡറിൽ നിന്ന് നമ്മളൊരു 8.5 ഇഞ്ചും അടയാളപ്പെടുത്തി. അപ്പോൾ നമുക്കൊരു 4 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും നമ്മളൊരു 3 ഇഞ്ച് കഴുത്തകലം എടുത്തിട്ടുണ്ട്. ഇത് വണ്ണം ഇല്ലാത്തൊരു കുട്ടിയായതുകൊണ്ട് നമ്മൾ 3 ഇഞ്ച് കഴുത്തകലം എടുക്കുന്നുള്ളൂ. അവിടെ നമ്മളൊരു 3 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി
നമുക്ക് മുകളിൽ നിന്നൊരു യു പോലെ വന്നിട്ട് താഴെ നമ്മൾ ചതുരമായിട്ടാണ് ഈ നെക്ക് കട്ട് ചെയ്യുന്നത്.